അങ്ങനെയെങ്കിൽ ശബരിമലയിൽ നടന്നത് കേവലം സ്വർണ്ണക്കൊള്ള മാത്രമല്ല, കൊടും കൊള്ള നടന്നിരിക്കുന്നു. കട്ടളപ്പാളിക്ക് മുകളിലെ ശിവരൂപത്തിലെ ശിവരൂപവും വ്യാളിരൂപവും ഒക്കെ അടങ്ങുന്ന പ്രഭാമണ്ഡലത്തിലെ കൂടുതൽ സ്വർണം അവിടെ നിന്ന് നഷ്ടമായിരിക്കുന്നു. ലഭ്യമാകുന്ന പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് 7ഓളം രൂപങ്ങളിൽ നിന്നുള്ള സ്വർണം, 7ഓളം പാളികളിൽ നിന്നുള്ള സ്വർണം മിസ്സായിരിക്കുന്നു. ആ സ്വർണം അത്രയും എവിടേക്ക് പോയി എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് പിന്നാലെയാണ് SIT ഉള്ളത്. ഇതുവരെ നഷ്ടമായ ഒരു തരിമ്പ് സ്വർണം പോലും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുകയും ഈ 3 പേർ എന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ഈ 3 പേർക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷയിലാണ് ഇത്രയും സ്വർണങ്ങൾ അവിടെ നഷ്ടമായിട്ടുള്ളത്. അക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. 3 പേരെയും ഇരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിന് വിവിധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതായി വരും, അവലംബിക്കേണ്ടതായി വരും. അതുകൊണ്ട് ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള SITയുടെ കസ്റ്റഡി അപേക്ഷയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നു. ശബരിമലയിൽ നടന്നത് കേവലം സ്വർണ്ണക്കൊള്ളയല്ല, മറിച്ച് കൊടും കൊള്ള എന്ന് വെച്ചാൽ ക്ഷേത്രക്കൊള്ള തന്നെയാണ് ഇത് എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് SIT തന്നെ എത്തുമ്പോൾ വരാനിരിക്കുന്ന ജനുവരി 5-ാം തീയതി ഇടക്കാല റിപ്പോർട്ട് SITക്ക് കോടതിയിൽ സമർപ്പിക്കണമെന്ന് അങ്ങേയറ്റം നിർണായകമാണ്. സിജോ തുടരുന്നുണ്ട്. സിജോ, ഈ ഇടക്കാല റിപ്പോർട്ട് SIT 5-ാം തീയതി ദേവസ്വം ബെഞ്ചിന് സമർപ്പിക്കുമ്പോൾ ആ ദിവസം എത്രത്തോളം നിർണായകമാണ്? സ്വാഭാവികമായും ഇതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ പരാമർശം ഈ അന്വേഷണ പുരോഗതിയിൽ, അന്വേഷണ ഘട്ടങ്ങളെ അതിനിർണായകമായി സ്വാധീനിച്ച് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ 5-ാം തീയതി എത്രത്തോളം നിർണായകമാണ് സിജോ? വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണം, അതിലെ നിർണായക ഘട്ടത്തിലേക്കാണ് സംഘം കടന്നു പോകുന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി പ്രത്യേക അന്വേഷണ സംഘത്തോട് ചില അസംതൃപ്തി പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഉത്തരവിലൊക്കെ ഉണ്ടായിരുന്നു. ഈ അന്വേഷണത്തിൽ ഒരു മെല്ലെപ്പോക്ക് സമീപനമാണോ സ്വീകരിക്കുന്നത് എന്നുള്ളതായിരുന്നു അന്ന് കോടതി ചോദിച്ചത്. കാരണം ഡിസംബർ 5-ന് ശേഷം കാര്യമായ പുരോഗതി അന്വേഷണത്തിൽ ഉണ്ടായിട്ടില്ല, വളരെ പ്രധാനപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുന്ന കാര്യത്തിലേക്ക് പോയത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയും അവരിൽ നിന്ന് വിശദാംശങ്ങൾ തേടുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല UDF കൺവീനർ അടൂർ പ്രകാശിന് ഉൾപ്പെടെ വിവരം തേടാനും അദ്ദേഹത്തെയും ചോദ്യം ചെയ്യാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വിവരങ്ങൾ കൂടി ഉൾപ്പെടുന്ന സമഗ്രമായ ഒരു കാര്യങ്ങളായിരിക്കും ഈ അടുത്ത ദിവസം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതി സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നമ്മൾ ഈ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ട് തന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ പറയാം. ഇവർക്ക് കൊടുത്തിരിക്കുന്ന കസ്റ്റഡി അപേക്ഷയിലെ 8ാമത്തെ പോയിന്റ് ആയിട്ടാണ് ഇവർ ഈ കസ്റ്റഡി അപേക്ഷ ഈ വിവരങ്ങൾ പറയുകയും ചെയ്തിരിക്കുന്നത്. 474 ഗ്രാം സ്വർണത്തേക്കാൾ കൂടുതൽ അളവ് സ്വർണം ശബരിമല ശ്രീകോവിൽ വാതിൽ കട്ടിലയിൽ ഘടിപ്പിച്ചിരുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികളിലും രാശി ചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികളിലും കട്ടിളയുടെ മുകൾപടി ചെമ്പ് പാളികയിലും കട്ടിളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള പ്രഭാമണ്ഡലം പാളികയിലും ശബരിമല ശ്രീകോവിലെ ദ്വാരപാല ശില്പങ്ങളിലെയും ആയതിനുശേഷം തെക്ക് വടക്കു മുകളിലുള്ള പില്ലർ പാളികളിലെയും കൂടി ഉണ്ടായതായി വെളിപ്പെടുന്നു, അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് 8ാമത്തെ പോയിന്റായി കസ്റ്റഡി അപേക്ഷയിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇവിടെയാണ് വളരെ നിർണായകമായ വിവരങ്ങളിലൂടെ അന്വേഷണ സംഘം കടന്നു പോവുകയും ചെയ്യുന്നത്. ഇത് ഇത്രയും നാൾ ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പവും അത് കട്ടിളപ്പാളിയിൽ നിന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് 7 പാളികളിൽ നിന്നാണ് ഇത്തരത്തിൽ സ്വർണം കവർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം വേണം, കൂടുതൽ വിവരങ്ങൾ വേണം എന്നുള്ളൊരു കാര്യവും ഇവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്.